ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂല സ്ഥാനത്താണ്. അതുപോലെ തന്നെ ശനിയും അനുകൂല സ്ഥാനത്താണ്. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ചില അസ്വസ്ഥതകളും ചില ആശങ്കകളും ഉണർത്തുമെങ്കിലും അതുപോലെ വീട്ടിലെ അന്തരീക്ഷവും ചില ചെറിയ അസ്വസ്ഥതകൾ ഇവർക്ക് നൽകിയേക്കാം. പ്രത്യേകിച്ചും മാതാവിനോ അല്ലെങ്കിൽ സഹധർമ്മിണിക്കോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ കലഹമോ തെറ്റിദ്ധാരണകളോ മിഥ്യാധാരണകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഇവർ ഇപ്പോൾ പങ്കെടുക്കുന്ന ചർച്ചകളും അതുപോലെ തന്നെ അഭിമുഖങ്ങളും അതുപോലെ മറ്റ് പരീക്ഷകളും എല്ലാം തന്നെ അങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം തന്നെ വിജയപൂർവ്വം ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ കാര്യത്തിലും ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കയ്യിലേക്ക് അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കിട്ടിയ വാഹനത്തിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരികയോ ചെയ്തേക്കാം. അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിലെ പെറ്റ്സോ അല്ലെങ്കിൽ വീട്ട് മൃഗങ്ങളോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അവശത അനുഭവിക്കേണ്ടി വന്നേക്കാം. പ്ലാൻ ചെയ്തിരുന്ന ഉപാസനാമൂർത്തിയുടെയോ ഭരദേവതാ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും ചിലപ്പോൾ മുടങ്ങിയേക്കാം. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. യാത്രയൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കപ്പെടും. അതുകൊണ്ട് ദോഷങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. പൊതുവേ ധനപരമായ കാര്യത്തിലും തങ്ങളുടെ പ്രവർത്തന മേഖലയിലും ഇവർക്ക് നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ആഴ്ച തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 18, 19 നല്ല ദിവസമാണ്.